ഫ്രണ്ട്സ്, ഞാൻ ഇന്നിപ്പോൾ വെറുതെ ഇന്നപ്പോഴാണ് ഞാൻ ഓർത്തത് നമുക്കൊരു ഇങ്ങനെ ഫ്ലവർ പോലെ ഇങ്ങനെ പൂക്കളില്ലേ അതുപോലെ ഒന്ന് ജേണൽ ബുക്കിലൊന്ന് വരച്ചാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ജേണൽ ബുക്ക് എടുത്തിട്ടുണ്ട്. ഇത് മറ്റേ സെക്കൻഡ് ജേണൽ ബുക്കാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ പൂക്കളം പോലെ അങ്ങനത്തെ ഒരു ഡിസൈനില്ലേ അതുവരെ വരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഞാനപ്പോൾ സാധാരണ ബ്ലാക്ക് പെയിൻറ്റിങ് വെച്ചാണ് ഞാൻ വരച്ചെടുക്കാറുള്ളത്. ഈ പ്രാവശ്യം ഞാൻ ഈ ഒരു ഗ്രീൻ പെയിൻറ്റിങ് വെച്ചാണ് വരച്ചെടുക്കേണ്ടത്. എൻ്റെ കളറെന്ന് പറയുന്നത് ഗ്രീൻ തന്നെയാണ്. ഇതേ കണ്ടോ, ഇങ്ങനത്തെ ഒരു കളറാണ് ഇതിനുള്ളത്. അപ്പോൾ ഇതും വെച്ചാണ് ഞാൻ ആദ്യമേ ഇതിൽ വരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ ഞാൻ ഇതിൻ്റെ അകത്ത് എങ്ങനെ ഞാൻ വരയ്ക്കണം ഉദ്ദേശിക്കുന്നതെന്ന് കാണിച്ചതേ. ഞാൻ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ചൊന്ന് വരച്ച് കാണിച്ചതേ. ഇത്രയ്ക്ക് അടിപൊളിയായിട്ടൊന്നുമല്ല, ഞാൻ വെറുതെ നിന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ചെയ്ത് നോക്കിയേക്കാമെന്ന് വിചാരിച്ചു. ഇതേ കണ്ടോ, ഇതുപോലെ തന്നെ ഇങ്ങനെ കുറേ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതേ കണ്ടോ, ഇതുപോലെ തന്നെ ഞാൻ കുറച്ച് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരേ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ദേ വരച്ച് കഴിയാറായിട്ടുണ്ട്. കഴിയാറായിട്ടില്ല, ഇച്ചിരി ഞാൻ വരച്ച് കഴിഞ്ഞിട്ടുള്ളൂ. ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല. ഫുള്ളായിട്ട് കഴിയണമെങ്കിൽ ഇത് ഫുള്ളായിട്ട് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഹാഫായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഭാഗം മാത്രമേ എൻ്റെ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും ചെയ്യാനുണ്ട് കേട്ടോ കുറേ. അപ്പോൾ ഞാൻ ബ്ലാക്ക് പെയിനൊന്നും യൂസ് ചെയ്യണില്ല, ഗ്രീൻ പെയിൻ എംബിസ് തന്നെ ആട്ടോ എല്ലാം ചെയ്യേണ്ടത് ഞാൻ. അപ്പോൾ ഞാൻ ഇത്രയും ചെയ്തതൊന്ന് കാണിച്ചു തരേ. ഇത്രയും ചെയ്തപ്പോൾ ഇങ്ങനായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടേക്ക് കുറച്ചൊന്ന് കുളമായിട്ടുണ്ട്, എന്നാലും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ചിലപ്പോൾ ഇതുപോലെ തന്നെ ആയിട്ടുള്ള ഡിസൈൻ ആയിരിക്കാം, ചിലപ്പോൾ ഞാൻ വേറെ ഡിസൈൻസാണ് ഞാൻ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ കുറച്ചുകൂടി ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരേ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടില്ല, ഇനിയും ഇത്രയും ഭാഗം കൂടി ഉണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് മുമ്പ് ഈ ഇങ്കൊന്നും തീരാതിരുന്നത്. ഇപ്പോൾ ഇങ്ക് ഇച്ചിരി ആയി, കുറച്ചും കൂടി ഉള്ളൂ. കുറച്ചുണ്ട് എന്നാലും ചെയ്യാനായിട്ടുള്ളത്. കണ്ട് ഇത്രയും കൂടി ഉള്ളു ഇങ്ക്. അപ്പം ഞാൻ അത്രയ്ക്കും കട്ടിയോടെ ഒന്നും ചെയ്യണില്ല കേട്ടോ. എനിക്കിനി ഈ ഇങ്കാകെ ഗ്രീൻ കളർ ഒരെണ്ണുള്ളൂ, പിന്നെ ബാക്കിയുള്ളതൊക്കെ വേറെ കളർ, ഓറഞ്ച്, പിങ്ക് അങ്ങനത്തെ വേറെ കളറാണ്. ഗ്രീൻ ആകെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. പിന്നെയുള്ള ഡാർക്ക് ഗ്രീൻ, ഇത് ഇതിനെക്കാട്ടും ഭയങ്കര ഡാർക്കാണ്. അതുകൊണ്ട് എനിക്ക് ആ കളറൊന്നും ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ കളർ എടുത്തത്. ഇപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇത്ര ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേ കണ്ടോ, ഇപ്പോൾ ഇത്രയും ഭാഗം നേരത്തെ എത്രയും ചെയ്തിട്ടുണ്ട് അത്രയും എനിക്കിഷ്ടമായിരുന്നു. ഇപ്പോൾ ബാക്കിയുള്ളതൊക്കെ ചെയ്തപ്പോൾ ഭയങ്കരമായിട്ടും കൊളായ പോലെ ഒന്ന് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എത്ര കൊടുക്കാൻ പറ്റുമെന്ന് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. 10ൽ എത്ര കൊടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ബാക്കിയുള്ളതൊക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇത്രയാണ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത്രയും ഞാൻ ഇന്നിപ്പോൾ ചെയ്യണുള്ളൂ. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് ഇപ്പോൾ ഞാൻ ഇത്രയും ചെയ്തതാണ് എനിക്ക് കുഴപ്പമില്ലെന്ന് തോന്നിയേക്കുന്നത്. ബാക്കിയെല്ലാം എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അതുമല്ലാതെ ഇപ്പോൾ ഇങ്ക് ഇതിലുണ്ടെങ്കിൽ ഈ പേനയിൽ ഇങ്ങനെ തെളിയണില്ല, ഭയങ്കരമായിട്ടും ഡാർക്കൊന്നും ആവണില്ല. അതുകൊണ്ടാണ് എന്തോ ഒരു ഇതുവരെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേറൊരു പേനയുടെ സെറ്റ് വാങ്ങിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇത്രയും ചെയ്യണമുള്ളൂ. എന്നിട്ട് ഞാൻ ഇത് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പോസ്റ്റ് വരെ ഇടാൻ പറ്റുമെങ്കിൽ ഞാൻ പോസ്റ്റ് വരെ ഇടാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യണം ഇതിൽ എത്ര കൊടുക്കാൻ പറ്റുമെന്ന് 10ൽ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ബൈ.